ശരണം അമ്മേ മാലേശിയിടുന്ന നേരം കഠിനരുചകളാൽ മാനസം വെന്തു നീറും കാലേ വന്നങ്ങു വേഗം പരിചരണ സുഖം കൊണ്ടൊരാശ്വാസമേകാൻ ചാലേ ചിന്തിച്ചിടുമ്പോൾ തവ മുഖകമലം മാത്രമാണാശ്രയം മേ പാലേ ലീലേ വസിക്കൻ മനസ്സി സുഹൃദസന്താനവല്ലി സുചില്ലി ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം. അതിൽ ശാൽമലി ദ്വീപിൻ്റെ വർണ്ണനമാണ് ഇന്നലെ പറഞ്ഞു കൊണ്ടുവന്നത്. പ്രിയവ്രതൻ്റെ പ്രിയവ്രതനിൽ നിന്ന് അദ്ദേഹം തൻ്റെ 7 പുത്രന്മാർക്ക് രാജ്യം വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആ വർഷങ്ങളുടെ പേരുകളെല്ലാം അവിടെ പറഞ്ഞാണ് ഇന്നലെ നിർത്തിയത്. അതിൽ 7 വർഷങ്ങളിലും 7 പർവ്വതങ്ങളും 7 നദികളും ഉണ്ട് എന്ന് പറഞ്ഞു. സരസം, ശതശൃംഗം, വാമദേവകം, കന്ദകം, കുമുദം, പുഷ്പവർഷം, സഹസ്രശ്രുതി. ഇതാണ് അവിടെയുള്ള പർവ്വതങ്ങൾ. നദികൾ അനുമതി, സിനീവാലി, സരസ്വതി, കുഹു, രജനി, നന്ദാരാഗ. ഇതൊക്കെ നദികളുടെ പേരാണ്. അതിലുള്ള എല്ലാ ജനങ്ങളും 4 വർണ്ണങ്ങളിൽപ്പെട്ടവരാണ്. ആ 4 വർണ്ണങ്ങൾ ശാൽമലദ്വീപിലുള്ള 4 വർണ്ണങ്ങളാണ്. ശ്രുതധരൻ, വീര്യധരൻ, വസുന്ധരൻ, ഇഷുന്ധരൻ എന്നിങ്ങനെ 4 വർണ്ണങ്ങളാണ് അവിടെയുള്ളത്. സോമനെയാണ് അവർ ആരാധിക്കുന്നത് എന്ന് പറയാണ്. സോമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനാണ് അവരുടെ ആരാധന ദേവൻ എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് പറഞ്ഞത് കുശ ദ്വീപിനെ കുറിച്ചാണ്. ശാൽമലത്തിൻ്റെ 2.5 യോജന വിസ്താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ലക്ഷമായിരുന്നു അത് എന്നുണ്ടെങ്കിൽ 8 ലക്ഷം യോജന വിസ്താരമാണ് കുശദ്വീപ്. ഘൃതസമുദ്രം കൊണ്ട്, ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യ്, നെയ്യിലാണ് ഘൃതം എന്ന് പറയുക സംസ്കൃതത്തിൽ. ഘൃതസമുദ്രം, നെയ്യ് സമുദ്രം കൊണ്ട് ഈ ദ്വീപ് ചുറ്റപ്പെട്ടിരിക്കണു എന്ന് പറയുന്നു. അവിടെ കുശവനം എന്ന് പറഞ്ഞ ഒരു വനം ഉണ്ട് എന്നാണ് പറയണത്. ഈ ദർഭവർഗത്തിൽപ്പെട്ട കുശം, അതിലുള്ള ഒരു വനം അവിടെ ഉണ്ട് എന്നാണ് പറയണത്. അതുകൊണ്ട് കുശദ്വീപ് എന്നതിന് പേര് കിട്ടി. ഇതിനു മുമ്പ് മറ്റുള്ള ദ്വീപുകളിലൊക്കെ ജംബൂദ്വീപം, പ്ലക്ഷം, ശാൽമലം, അവിടെയൊക്കെ ആ പേരുകളിലുള്ള വൃക്ഷങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കുശം ഉള്ളത് കൊണ്ട് കുശദ്വീപം എന്ന് ഇതിന് പേര് കിട്ടി. ഹിരണ്യരേതസ്സാണ് ഈ ദ്വീപിൻ്റെ അധിപൻ. ഇവരൊക്കെ പ്രിയവ്രതൻ്റെ പുത്രന്മാരാണ്. നേരത്തെ പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെയൊക്കെ. ഹിരണ്യരേതസ് എന്ന് പറഞ്ഞ പ്രിയവ്രതപുത്രനാണ് ഈ ദ്വീപിൻ്റെ അധിപതി, രാജാവ്. ആ ഹിരണ്യ തേജസ്, അദ്ദേഹത്തിന് 7 പുത്രന്മാരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ കുശദ്വീപിനെ 7ആയി വിഭജിച്ച് 7 പുത്രന്മാർക്ക് നൽകി. വസു, വസുധാനൻ, ദൃഢരുചി, നാഭിഗുപ്തൻ, സ്തുത്യവ്രതൻ, വിവിക്തൻ, വാമദേവൻ എന്നാണ് ഈ പുത്രന്മാരുടെയൊക്കെ പേര്. അവർക്ക് ഓരോരോ ദ്വീപുകൾ. അങ്ങനെ ഈ 7 ദ്വീപ് കുശദ്വീപിനെ അദ്ദേഹം അവർക്ക് കൊടുത്ത് ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് പറയാണ്. മറ്റുള്ള ദ്വീപുകളെപ്പോലെ ഈ ദ്വീപുകളിലും 7 നദികളുണ്ട്. അതേമാതിരി തന്നെ പർവ്വതങ്ങളും, പർവ്വതങ്ങളും 7 ചക്രം, ചതുശൃംഗം,
കപിലം, ചിത്രകൂടം, ദേവാനീകൻ, ഊർധ്വരോമാവ്, ദ്രവിണൻ. ഇതാണ് ഈ 7 പർവ്വതങ്ങളുടെ പേര്. രസകുല്യ, മധുകുല്യ, മിത്രവിന്ദ, ശ്രുതവിന്ദ, ദേവഗർഭ, ഘൃതച്യുതി, മന്ദമാലിക. ഈ 7 നദികൾ. ഈ നദികളിലെ ജലം കൊണ്ട് ഈ കുശദ്വീപവാസികളെല്ലാം ജീവിക്കുന്നു. കുശലൻ, കോപിതൻ, അഭിയുക്തൻ, കുളങ്കൻ എന്നിങ്ങനെയാണ് 4 വർണ്ണങ്ങൾ. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ 4 വർണ്ണങ്ങളുണ്ട്. ഈ കുശദ്വീപില് കുശലൻ, കോപിതൻ, അഭിയുക്തൻ, കുളകൻ എന്നാണ് അവരുടെയൊക്കെ പേര്. സർവജ്ഞരായിട്ടുള്ള അവിടുത്തെ ഈ ജനങ്ങൾ അവരുടെ കുശലമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് അഗ്നിരൂപനായിട്ടുള്ള ആ ദേവനെ ആരാധിക്കണു. പരമമായ ബ്രഹ്മത്തിൻ്റെ ഹവ്യവാഹകനായ സാക്ഷാൽ അഗ്നിയാണ് അഗ്നിഭഗവാൻ. ഓരോരോ ദേവന്മാർക്കും നമ്മൾ അതാത് ദേവന്മാർക്കുള്ള മന്ത്രങ്ങൾ ജപിച്ച് അഗ്നിയിൽ നെയ്യ്, ഹവിസ്, ചമത മുതലായിട്ടുള്ള ദ്രവ്യങ്ങൾ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് നമ്മൾ അഗ്നിയിൽ ഹോമിക്കുന്ന സമയത്ത് ഈ അഗ്നിയാണത്രേ നമ്മൾ ഹോമിക്കുന്നതായിട്ടുള്ള ഈ ഹോമദ്രവ്യങ്ങളെ ഏത് ദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടാണോ ജപിച്ചുകൊണ്ടാണോ ഹോമിക്കുന്നത് ആ ദേവന് അത് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞ് നമ്മൾ നെയ്യ് അഗ്നിയിലേക്ക് ഒഴിക്കുമ്പോൾ അഗ്നിയാണ് ഇന്ദ്രൻ ആ നെയ്യ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതേമാതിരി ഓരോരോ ദേവൻ്റെയും വായവേ സ്വാഹ എന്ന് പറഞ്ഞ് നമ്മൾ ഹവിസ് ഇടുകയാണെങ്കിൽ ആ ഹവിസിനെ വായുദേവന് കൊണ്ടുകൊടുക്കുന്നത് അഗ്നിയാണ്. ഈ ഹവിസ് ദേവന്മാർക്കെല്ലാം ഇഷ്ടപ്പെട്ടതാണല്ലോ. ഹവിസ്സാണല്ലോ ഏത് ഹോമമാണെങ്കിലും ഹവിസ് ഉപയോഗിക്കാറുണ്ട്. ഹവിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അന്നം, ചോറ്, അത് നമ്മൾ വറ്റിക്കാതെ കണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചോറ് തിളച്ച് അതിലെ കഞ്ഞി വടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ചോറായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ആ കഞ്ഞി വടിച്ച് കളയില്ല, അത് വറ്റിച്ച് കളയും. കുക്കറിലൊക്കെ ഇപ്പോൾ ഏതാണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ ചോറെടുക്കുന്നത്. എന്തായാലും ആ അടുപ്പിൽ വെച്ച് ആ വെള്ളം വറ്റിച്ച ആ ചോറ് അതിനെയാണ് ഹവിസ് എന്ന് സംസ്കൃതത്തിൽ പറയുക. ദേവന്മാർക്കൊക്കെ ഹവിസ് നമ്മൾ അഗ്നിയിൽ ഹോമിക്കാറുണ്ട്. ഈ ഹവിസ് അഗ്നിയിൽ ഹോമിക്കുന്ന ഹവിസിനെ ഈ അഗ്നിയാണ് ഈ ഹവ്യം, അന്നം, അതിനെ ഹവിസ്, ഇതിനെ ദേവന്മാർക്കൊക്കെ എത്തിക്കുന്നത് അഗ്നിയാണ് എന്നതുകൊണ്ട് അഗ്നിക്ക് ഹവ്യവാഹകൻ എന്നുള്ള പേരുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വാഹനനായിട്ടുള്ള അഗ്നിയെ അവരെല്ലാവരും